Good morning. Welcome to our online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ അതിൻ്റെ എന്താണ് ലിമിറ്റ്സ്, എപ്പോഴാണ് റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഒക്കെ ഒരു പോയിന്റിൽ നിന്നും അതിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ റൈറ്റ് ലിമിറ്റും അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അതിനെ ലെഫ്റ്റും റൈറ്റും എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നോക്കുക, ലിമിറ്റ്സ് ഓഫ് എ പോളിനോമിയൽ ആൻഡ് റാഷണൽ ഫങ്ഷൻസ്. ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെയും റാഷണൽ ഫംഗ്ഷന്റെയും ലിമിറ്റ്സ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പൊ നോക്കൂ, എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി എ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് സീറോ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സീറോ ഫംഗ്ഷൻ. ഓർ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 a1x plus a2x plus etc plus a2x square plus an x raised to n. ഒന്നില്ലെങ്കിൽ അതൊരു സീറോ ഫംഗ്ഷൻ ഓർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x square plus a3x cube plus etc an x raised to n, where ai s are real numbers such that an not equal to 0 for some natural number n, then limit x raised to limit x tends to a x raised to n equal to a raised to n. അപ്പോൾ ഇങ്ങനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ലിമിറ്റ് x tends to a x raised to n equal to a raised to n. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോളിനോമിയൽ, അതിലൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, എ എന്ന് കൊടുക്കേണ്ടത് അല്ലെ. അപ്പോ ലിമിറ്റ് ആ എക്ക് എക്സ് സ്ക്വയറിന് എക്സിന് പകരം എ കൊടുക്കുമ്പോൾ എന്താ അതിന്റെ ആൻസർ വരുന്നത്, എ സ്ക്വയർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എൻ. അപ്പോൾ എക്സാമ്പിൾസ് വേറെ ഏത് കൊടുത്തു കഴിഞ്ഞാലും എക്സ് ടെൻസ് ടു എ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പൊ എന്താ വരിക, എ. എക്സിന് അവിടെ എന്ത് കൊടുക്കുക, എ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷനെ ചെയ്യേണ്ടത്. എന്നാൽ ഇനി ഒരു റാഷണൽ ഫംഗ്ഷൻ നോക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു then f of x equal to g of x by h of x. ഇതാണ് ഒരു റാഷണൽ ഫംഗ്ഷൻ എങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ നോക്കാം എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ അത് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, ജി ഓഫ് എ ബൈ എച്ച് ഓഫ് എ ആയിരിക്കും. അപ്പോൾ ഇതാണ് റാഷണൽ ഫംഗ്ഷനിൽ ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ എക്സിന് അവിടെ എന്ത് കൊടുക്കുക, എ എന്ന് കൊടുക്കുക. അപ്പൊ ജി ഓഫ് എ ബൈ എച്ച് ഓഫ് എ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റാഷണൽ ഫംഗ്ഷന്റെയും പോളിനോമിയൽ ഫംഗ്ഷന്റെയും ലിമിറ്റ്സ് വാല്യൂസ് കാണേണ്ടത്. ഇനി കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലിമിറ്റ്സ്, ഫൈൻഡ് ദ ലിമിറ്റ്സ്, find the limits. ഒന്നാമത്തത് x tends to 1, ലിമിറ്റ് x tends to 1 x cube minus x square, x cube minus x square plus 1. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലിമിറ്റ്സ്, എന്താണ് ഇതിന്റെ ലിമിറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ഫംഗ്ഷൻ എഫ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലെ. ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കണം. ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ആദ്യം ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുക, എക്സ് ക്യൂബ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 1. ഓക്കെ, ഈക്വൽ ടു ദാറ്റ് ഈസ് ഇവിടെ എത്രയാ, ഇവിടെ 1ന് കൊടുക്കുമ്പോൾ 1 ക്യൂബ് മൈനസ് ഇവിടെ 1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു
1 മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു 1. കണ്ടോ, ആ എക്സിന് 1 എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. എക്സ് ക്യൂബ് എന്നൊരു ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ, 1 എന്നൊരു ഫംഗ്ഷൻ. ആ ഓരോ ഫംഗ്ഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ലിമിറ്റ്സ് കൊടുക്കുന്നു. ആൾജിബ്ര ഓഫ് ലിമിറ്റ്സിൽ കണ്ടില്ലേ? അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. Second question. Limit x tends to 1, x tends to 1, x square plus 1 by x plus 100. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്? ബൈ ആണുള്ളത്. അപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, നമുക്കിതിൽ ഇവിടെ ആ ഒരു വാല്യൂസ് അപ്പം അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എക്സ് സ്ക്വയർ ആണ് 1 എന്നുള്ളത് അല്ലേ? ഫംഗ്ഷൻ നമ്മുടെ എന്താ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 100. അപ്പോൾ അവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 1 പ്ലസ് 100. ദാറ്റ് ഈസ് 1 പ്ലസ് 1 2 ബൈ 101 ഈക്വൽ ടു. ഇതാണ് സിമ്പിൾ ആയിട്ട് അതിൻ്റെ ആൻസർ കാണേണ്ടത്. വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കൂ. x cube minus, third question, limit x tends to 2, x square minus 4 by x plus 2. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഇപ്പൊ നോക്കൂ, ഇതിൽ ഡയറക്റ്റ് ഞാനിവിടെ എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ മൈനസ് 4, 2 സ്ക്വയർ എത്രയാ? 4, 4 മൈനസ് 4 എന്തായി മാറുന്നു? 0 ആയിട്ട് മാറുന്നു. അപ്പൊ അതിലവിടെ നമ്മൾ അവിടെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഒന്ന് ഈ എക്സ് സ്ക്വയർ മൈനസ് 4നെ ഏതൊരു രൂപത്തിലേക്ക്, ഏതൊരു ഐഡന്റിറ്റിയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇവിടെ എക്സ് മൈനസ് 2 ആണ് കേട്ടോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് വരുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? എക്സ് മൈനസ് 2 ഉണ്ട്. റെഡി ആണല്ലോ? എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. അപ്പൊ ഇവിടെ ഡയറക്റ്റ് 2 കൊടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം 0 ആയിട്ട് മാറുന്നു. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദെൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് മൈനസ് 2 ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ട്? ഇവിടെ ഇനി എക്സ് പ്ലസ് 2 ഉണ്ട്. ദെൻ ഇനി എക്സിന് വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ 2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു വാട്ട്? 4. കേട്ടോ. വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം നമുക്ക്. എക്സ് ക്യൂബ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. limit x tends to 3 12 x square minus 5x plus 6 by x minus 2. 3 എന്തായാലും കുഴപ്പമില്ല. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ബൈ എക്സ് മൈനസ് 2. ഇപ്പം ഇതിൽ ഡയറക്റ്റ് നമ്മൾ 3 എന്ന് കൊടുക്കുമ്പോൾ 6 അങ്ങനെ മൈനസ് 5 ഇൻറ്റു 1 പ്ലസ് 6. ഡയറക്റ്റ് ഇതിൽ 3 കൊടുക്കാൻ പാടില്ല, കാരണം ഇതൊരു പോളിനോമിയൽ ആണ്. മാക്സിമം അതിനെ ചെറുതാക്കിയിട്ട് വേണം ചെയ്യാൻ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഇതെന്തായി മാറുന്നു? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ എക്സ് മൈനസ് ടു ക്യാൻസൽ ആയി. ഇനി ഇവിടെ എന്ത് കൊടുക്കാം? എക്സിന് 3 കൊടുക്കാം. ദെൻ 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ രീതിയിൽ മാക്സിമം നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ ഫംഗ്ഷനിൽ മാക്സിമം അതിനെ ക്യാൻസൽ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലിമിറ്റ്സ് വാല്യൂസ് അപ്ലൈ ചെയ്യാൻ. അല്ലാണ്ട് ഡയറക്റ്റ് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ ആദ്യം തന്നെ 0 എന്നുള്ളൊരു വാല്യൂസ് അവർക്ക് കിട്ടുക, അത് ഉണ്ടാവില്ല. നെക്സ്റ്റ് ഒരു തിയർ ആണ് പറയുന്നത്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. n into a raised to n minus 1. അപ്പം അതിൻ്റെ
കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ഫോർമുലയിൽ ഈ ഒരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിലേക്കാണ് നമുക്ക് നോക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x raised to 7 minus a raised to 7 by x minus x cube minus 8 by x minus 2. നോക്കൂ, ഇവിടെ ഇപ്പൊ ഈ ഒരു ഫോർമുല നോക്ക്. എക്സ് ക്യൂബ് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. അപ്പൊ ഇവിടെ എക്ക് പകരം ഇവിടെ എക്സ് മൈനസ് എ. അപ്പോ ഈ 8നെ തന്നെ നമുക്ക് എന്താക്കി മാറ്റാം? എ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ബൈ എക്സ് മൈനസ് 2. എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ബൈ എക്സ് മൈനസ് 2. അപ്പോ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഹിയർ n ഈക്വൽ ടു 3 ആൻഡ് a ഈക്വൽ ടു 2. അപ്പോ n ഇൻറ്റു 3 ഇൻറ്റു a റേസ് ടു 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 സ്ക്വയർ. അപ്പം 3 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 12. കണ്ടോ ഇതിൻ്റെ വരുന്നത്? അപ്പോ ഈ എക്സ് ക്യൂബ് മൈനസ് 8 എന്നുള്ളതിനെ നമ്മൾ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ എന്നാക്കുക. വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സെക്കൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ഈ ഒരു ഫോർമുലയ്ക്ക് നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാമായിരുന്നു. എന്താ വരിക? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 1ന് 1/15 തന്നെയാണ്. അപ്പോ 15 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 15 മൈനസ് 1 എ എന്ന് പറഞ്ഞാൽ 1. അപ്പോ 15 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 15 എന്ന ആൻസർ കിട്ടിയിരുന്നു. പക്ഷെ നമ്മളോട് ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? എക്സ് റേസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. അപ്പൊ ഇവിടെ താഴെ മുകളിലും എന്തുണ്ട്? പവർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? നമുക്കൊന്നും ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഇതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. നമ്മളൊന്ന് അതിനെ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1 ബൈ, കേട്ടോ, ഇതിനെ നമുക്ക് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഞാൻ എടുത്തു. ഡിവൈഡിങ് ത്രൂഔട്ട് ബൈ എക്സ് മൈനസ് 1 ഫോർ ഈച്ച് ടേംസ്. രണ്ട് ടേമിനെയും എന്ത് ചെയ്ത് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ ഇതും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ അതുപോലെ തന്നെ ആയി അല്ലേ? ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ്സ് വാല്യൂ കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ആണ്, അത് ഇൻറ്റു ആയിട്ട് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ 15 ഇൻറ്റു എ റേസ് ടു 15 മൈനസ് 1 ബൈ ഇവിടെ എന്ത് വരുന്നുണ്ട്? 10 ഇൻറ്റു എ റേസ് ടു 10 മൈനസ് 1 equal to 15 by 10 equal to 3 by 2 equal to ആൻസർ എന്താ വരുന്നത്? 3 by 2. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് എക്സ് മൈനസ് 1 ഇങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അതിൽ കിട്ടും. ദെൻ ഇങ്ങനെയാണെങ്കിൽ എന്താണോ നമുക്ക് അതിന് ആവശ്യമുള്ളത് അതിലേക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ലിമിറ്റ്സിന്റെ പോളിനോമിയൽ ഫംഗ്ഷന്റെയും റേഷണൽ ഫംഗ്ഷന്റെയും ലിമിറ്റ്സ് വാല്യൂസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതും. ദെൻ ആ ഒരു തിയറം പറയുന്നത് ലിമിറ്റ് എക്സ് റേസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഈ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സീ യു.